UDF നേതൃത്വത്തിന്റെ മുന്നിൽ പുതിയ ചില ഉപാധികൾ വെച്ചിരിക്കുകയാണ് പി വി അൻവർ. 2026 ആഭ്യന്തരമോ വനം വകുപ്പോ തനിക്ക് കിട്ടണം, മന്ത്രിസ്ഥാനം കിട്ടണമെന്ന് അൻവർ UDF-നോട് ആവശ്യപ്പെട്ടു എന്നാണ്. ഇല്ലെങ്കിൽ VD സതീശനെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ UDF-ന്റെ മുന്നണി പോരാളിയായി താൻ ഉണ്ടാകും. എന്താ സന്തോഷായില്ലേ? സന്തോഷായി, നല്ല സന്തോഷായി. ഞാൻ അവരുടെ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, VD സതീശനെ UDF-ന്റെ സ്ഥാനത്തിരുത്തിക്കൊണ്ട് ഞാൻ അതിലേക്ക് വരില്ല. അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. അപ്പോൾ വീണ്ടും അവർ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പണി ചെയ്യാം, മുഖ്യമന്ത്രി പദം ഏതായാലും നിങ്ങൾ തരൂല. ആഭ്യന്തര വകുപ്പും ഫോറസ്റ്റ് വകുപ്പും 26 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തരാൻ അഗ്രിമെന്റ് ആക്കി പബ്ലിക്കായി പറയുകയാണെങ്കിൽ 26 ഈ UDF ഗവൺമെന്റിനെ അധികാരത്തിൽ എത്തിക്കാനുള്ള മുന്നണി പടയാളിയായിട്ട് ഞാൻ ഉണ്ടാകും. എന്തിനാ ഇങ്ങനെ ഓരോന്നിനെ സൃഷ്ടിക്കണേ? ഈ വരുന്ന മന്ത്രിസഭയിൽ ആഭ്യന്തരം പിടിക്കാനാണ് എന്റെ തീരുമാനം. അതിൽ കുറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് ഒന്നുകിൽ ഈ രണ്ടും എനിക്ക് തരണം, അല്ലെങ്കിൽ ഈ പറയുന്ന VD സതീശനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് വരണം. നിങ്ങൾക്ക് മര്യാദ എന്താണെന്ന് അറിയാമോ? മാനേഴ്സ് എന്താണെന്ന് അറിയാമോ? അന്തസ്സ് എന്താണെന്ന് അറിയാമോ? അതിനൊരു ധാരണയുണ്ട്, സ്വകാര്യമായി ഉണ്ടാക്കിയാൽ മതി, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. പക്ഷേ ആ തീരുമാനം ഉണ്ടാക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട UDF-ന്റെ എല്ലാ ലീഡർഷിപ്പും വേണം. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ പക്വതയില്ലാത്ത ഒരുത്തന്റെ കയ്യിൽ ആഭ്യന്തരം കൊടുക്കാൻ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ പറയുന്ന VD സതീശനെ മാറ്റാമെന്ന്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പും ഈ പറയുന്ന ഫോറസ്റ്റ് വകുപ്പും എനിക്ക് നൽകണം, അത് ഉറപ്പ് തരണം. തനിക്ക് കൈയിട്ട് വരാൻ പറ്റിയ ഒരു വകുപ്പ് തന്നാ പോരെ? തരാം, എങ്കിൽ വനം മതി. നമുക്ക് സാവധാനം വെളുപ്പിച്ചെടുക്കാം. അതിന് യോഗ്യതയിലൊന്നും മാത്രം ആരും പറയരുത്, കാരണം ഞാൻ കാരന്റെ മകനാണ്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഉറപ്പ് നൽകിയാൽ ഇതുകൊണ്ട് എനിക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ. നിന്ന നിൽപ്പിൽ മറുകണ്ഠം ചാടിയ തന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? ഇനി തിരി അങ്ങോട്ട് അവിടെ വിശ്വസിക്കില്ല. അതെന്റെ കുറ്റമല്ല. ഞാൻ എന്ത് താനെന്തെങ്കിലും ചെയ്യും. എനിക്ക് എന്തെല്ലാം രസകരമായ മറുപടികൾ ഇപ്പൊ പറയാൻ പറ്റുമായിരുന്നു. ഉത്തരം എന്റെ നാവിന്റെ തുമ്പത്തുണ്ട്, പക്ഷെ ഞാൻ പറയില്ല, ഞാൻ ഒരു വീടില്ല. നിർത്തിയങ്ങ് അവമാനിക്കുവാണെന്ന് പി വി അൻവർ ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പും വനം വകുപ്പും നൽകുകയാണെങ്കിൽ UDF-നൊപ്പം സഹകരിക്കാമെന്നുള്ളതാണ്. അരിയും മുങ്ങി മണ്ണെണ്ണയും മുങ്ങി മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി.